വില്ലയും ഫ്ളാറ്റും വാങ്ങാൻ വിസ പോലും വേണ്ടെന്ന് പറയുമ്പോൾ സായി ശ്യാം ഉറപ്പിച്ചു പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ പണം ചെലവിടുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത, സാമാന്യ ബോധം, ഓഫറുകൾ കണ്ട് നിക്ഷേപം നടത്തരുതെന്ന ഓർമ്മപ്പെടുത്തൽ. കൊച്ചിയിലോ ബാംഗ്ലൂരോ വാങ്ങുന്ന പോലെയല്ല ദുബായിൽ വാങ്ങുന്നത്. ദുബായിൽ 190 കൺട്രീസിലെ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഒരുപാട് സ്കാംസിനുള്ള സ്കോപ്പ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെയാണ് മോശം എന്ന് ചിന്തിക്കുന്നതിൽ നല്ലത് നമ്മൾ വാങ്ങുമ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓൾറെഡി ഒരു നല്ല ഹിസ്റ്ററി ഉള്ള ഡെവലപ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗവൺമെന്റ് ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി ഡെവലപ്പേഴ്സോ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ല. ആസ് എ കമ്പനി ELL പ്രോപ്പർട്ടീസ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫസ്റ്റ് കാറ്റഗറി ഗവൺമെന്റ് ഡെവലപ്പേഴ്സ് മാത്രമാണ് ക്ലയൻസിന് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ വിളിക്കുന്ന മോസ്റ്റ്ലി NRIs, അതായത് UK, കാനഡ, അവിടെ നിന്നൊക്കെ വിളിക്കുന്ന ക്ലയൻസ് ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്ന ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആസ് എ കമ്പനി ചെയ്യുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഫസ്റ്റ് കാറ്റഗറി ബിൽഡേഴ്സാണ്. നമ്മളിവിടെ ഓഫേഴ്സിന്റെ പുറകെ ഒരുപാട് മാർക്കറ്റിംഗിന്റെ പുറകെ പുറത്തു ഒരുപാട് മാർക്കറ്റിംഗ് കാണാം. അപ്പം നല്ല ഡെവലപ്പേഴ്സിന് മാർക്കറ്റിംഗിന്റെ ആവശ്യമില്ല. ഓഫറിനേക്കാൾ വിശ്വാസ്യത തന്നെയാണ് പ്രധാനമെന്ന് ആവർത്തിക്കും സായി ശ്യാം. കാരണം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ദിർഹം പോലും ആരുടേതും പാഴാകരുത്. ദുബായിലെ ഏറ്റവും മികച്ച ബിൽഡർമാരിൽ ഒന്നായ ദയാറിന്റെ രണ്ടാമത്തെ മികച്ച കൺസൾട്ടന്റായി ELL പ്രോപ്പർട്ടീസിന് മാറാൻ കഴിഞ്ഞതും ഈ ആത്മാർത്ഥത കൊണ്ടുതന്നെ. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടി തെരഞ്ഞെടുക്കണമെന്ന് പറയാനും മറ്റൊരു കാരണമില്ല.